ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഈ ദുഷ്ടനെ പന പോലെ വളർത്തുന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ ഏകദേശം അതൊക്കെ അത് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ നല്ലവരായ ആളുകൾ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് എങ്ങും എത്താതെ പോവുകയും ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്നത് ആ സ്വഭാവമുള്ള ആൾക്കാർ വളരെ പ്രതാപശാലിയായി അവസാനം വരെ വളരെ ധനികരായൊക്കെ ജീവിക്കുന്നതാണ്. നമ്മൾ രാമായണം എടുത്തു നോക്കിയാലും ഇപ്പോൾ ശ്രീരാമൻ്റെ കഥ എടുത്താൽ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന ശ്രീരാമൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുകയാണ്. എന്നാൽ എതിർപക്ഷത്ത് നിൽക്കുന്ന വില്ലന്മാരെല്ലാം ഒറ്റമ്പിൽ അവർ മരിക്കുകയും അതുവരെ അവർ വളരെ ശക്തരായി ജീവിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഇരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ദുഷ്ടനെ പന പോലെ വളർത്തും എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ദുഷ്ടനാവാൻ ശ്രമിക്കുന്ന ആളുകളെയൊക്കെ ഒരുപക്ഷെ ധാരാളം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആരാണ് ദുഷ്ടനാവുക? അവരുടെ അംബീഷൻ, അവരുടെ ആഗ്രഹങ്ങളുടെ ഒരു നില വച്ചിട്ടാണ് ഈ ദുഷ്ടൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ചെറുപ്പത്തിൽ എന്തായാലും ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്ന ഒരു സമയത്ത് ആരും ദുഷ്ടനുമല്ല, ഒരു തരത്തിലുള്ള കളങ്കവും ആ കുട്ടിക്ക് ഉണ്ടാവില്ല. ആ കുട്ടി കണ്ടു വളർന്ന ഒരു സാഹചര്യമുണ്ട്, ആ കുട്ടി കാണുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് അവൻ കാണുന്നത് ബലവാന്മാർ മാത്രം ലോകം ഭരിക്കുന്നു, ബലവാന്മാർ മാത്രം ആരെ കൊല്ലാനും ആരെ ഭരിക്കാനുമുള്ള അധികാരം അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ എനിക്കും അവർക്കാവണം എന്ന് അവർ കാണുന്ന ലോകത്ത് നിന്ന് അവർ കാണുന്ന ആളുകളെ വെച്ച് അവരെ അങ്ങനെയാക്കാൻ വേണ്ടി ശ്രമിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് തോന്നും, എനിക്ക് മറ്റുള്ളവരെ പോലെ ബലവാനാവണമെങ്കിൽ, എനിക്ക് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടാവണം. ആ അധികാരത്തിന് വേണ്ടി അവർ പണം നേടാൻ ശ്രമിക്കുകയാണ്. പണവും അധികാരവും ഒരേപടി തന്നെ അവരെ വളരെയധികം സ്വാധീനിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്തോടെ പണം ഉണ്ടാക്കുന്നത് അവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വളർന്നു വന്ന് മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ദുഷ്ടത ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. കാരണം ഒരു ചെറിയ മേഖലയിൽ നിന്ന് അവരുടേതായിട്ടുള്ള അധികാരം നേടാൻ വേണ്ടി അവർ ധാരാളമായിട്ടുള്ള പണം കണ്ടുപിടിക്കുകയും അത് ചിലവാക്കുകയും ചെയ്യുന്നു. കൂടുതൽ മേഖലയിലേക്ക് അത് വളർത്താൻ വേണ്ടി വീണ്ടും ധാരാളമായിട്ടുള്ള പണം കണ്ടുപിടിക്കുന്നു, വീണ്ടും ധാരാളമായിട്ടുള്ള ഭീകര കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഈ ദുഷ്ടൻ പന പോലെ വളരുന്നു. എങ്ങനെയാണ് വളരുക? അധികാരത്തോടെ പന പോലെ വളരുന്നു. മറ്റുള്ളവരെ കൊന്ന് മറ്റുള്ളവരുടെ മുകളിൽ അധികാരം സ്ഥാപിച്ച് ഇവർ മുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഏത് തരത്തിൽ എത്ര മനസമാധാനമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഏറ്റവും വലിയ കള്ളക്കടത്ത് രാജാവ് എന്നൊക്കെ നമ്മൾ പറയുന്ന ദാവൂദ് ഇബ്രാഹിം എന്ത് മനസമാധാനത്തോടെ ആയിരിക്കും ജീവിക്കുക. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആരെ വേണമെങ്കിൽ കൊല്ലാനുള്ള സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ അതിനുള്ള കഴിവും അതിനുള്ള സാമ്പത്തികവും ഒക്കെ ഉണ്ട്. അദ്ദേഹം ദുബായിൽ എവിടെയോ ഒളിച്ച് താമസിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിരിക്കണം. അദ്ദേഹത്തിന് വളരെ മനസ്സമാധാനത്തോടെ ആയിരിക്കും ജീവിക്കുക. അദ്ദേഹത്തെ ധൈര്യമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങാൻ കഴിയും. എത്ര പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി അദ്ദേഹം സ്വയം ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം ഒരു സാധ്യത വന്നാൽ ഞാൻ മരിക്കും, എൻ്റെ ഈ പണം കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല, എന്നെ അധികം സഹായിക്കാൻ കഴിയില്ല, പക്ഷേ ഇന്ന് എനിക്കിനി പുറകോട്ട് പോകാൻ കഴിയില്ല എന്നൊരു മാനസികാവസ്ഥയിലായും പോയിട്ടുണ്ടാവുക. ഹിറ്റ്ലറുടെ അവസ്ഥ എന്തായിട്ടുണ്ടാവും? ഹിറ്റ്ലറും ഒരുപക്ഷെ ഈ ലോകം നേടാൻ വേണ്ടി വളരെ മുമ്പോട്ട് പോയ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ കൊന്ന് മുമ്പോട്ട് പോയപ്പോൾ പുറമേ കാണിക്കുന്ന ധാർഷ്ട്യമാവും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നുണ്ടാവുക. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരു ഇൻസെക്യൂരിറ്റി അദ്ദേഹത്തിന് വളരെയധികം തോന്നിയിട്ടുണ്ടാവില്ലേ. അതോടൊപ്പം തന്നെ പണം ധാരാളമായി നേടുന്ന കള്ളക്കടത്ത് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം ഒക്കെ ചെയ്ത് വളരെയധികം നിയമപരമായിട്ടല്ലാത്ത ഒത്തിരി പ്രവർത്തികൾ ചെയ്ത് ധനം നേടുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. അവരെല്ലാവരും സെക്യൂർ ആവും എന്ന് തോന്നുന്നുണ്ടോ? അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഇന്നാണോ എന്നെ പോലീസ് പിടിക്കുക, നാളെയാണോ പിടിക്കുക, ഇന്ന് ആരെങ്കിലും വെടിവെച്ച് കൊല്ലുമോ, ഇന്നെന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ? അതായത് 24 മണിക്കൂറും ഒരു ടെൻഷൻ കൊണ്ട് നടക്കുകയാണ് അവർ. ഒരു ഭാഗത്ത് അവരുടെ കയ്യിൽ ധനമുണ്ട്. ഈ ധനം കണ്ട് അയാളുടെ ധനം കണ്ട് അയാൾ ഉപയോഗിക്കുന്ന വിമാനം കണ്ട് അയാൾ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ കണ്ട് അയാൾ ഉപയോഗിക്കുന്ന കൂടിയ കാറ് കണ്ട് സാധാരണക്കാരായ നമ്മൾ തോന്നുകയാണ്, ഈശ്വര അയാൾ എത്ര ഭാഗ്യവാൻ, അയാൾക്ക് സ്വന്തമായിട്ട് വിമാനം വരെയുണ്ട്, അയാളുടെ ചുറ്റും ഇത്രയധികം കമാൻഡോകളുണ്ട്, അയാളുടെ ഒരു ഭാഗ്യം നോക്കൂ. ഈ കമാൻഡോകൾ ടോയ്ലറ്റിൽ പോകാൻ പോലും സ്വാതന്ത്ര്യമില്ല. ഈ കമാൻഡോകൾ ആദ്യം പോയി നോക്കിയതിന് ശേഷം വേണം ഇദ്ദേഹത്തിന് അകത്ത് കയറാൻ വേണ്ടി. ഇയാൾക്ക് എന്ത് മനസ്സമാധാനം ഉണ്ടാവുക? പണം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക എന്നില്ല. എന്തിനാണ് വളരെയധികം പണം? അതായത് ധനവാനാവുക എന്നുള്ളതല്ല പന പോലെ വളരുക എന്നൊരർത്ഥം. ഈ ലോകത്ത് പണവും പ്രശസ്തിയും തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. പണവും പ്രശസ്തിയോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് വാല്യൂ എന്നത്.
ഈ മൂന്നും കൂടെ ഉള്ള പണം മാത്രമേ, അല്ലെങ്കിൽ ഈ മൂന്നും കൂടി ഒരുമിച്ച് ഒരു വ്യക്തിക്ക് കിട്ടുമ്പോൾ മാത്രമേ അവിടെ ശരിക്കും തൃപ്തിയോ അല്ലെങ്കിൽ കീർത്തി എന്നുള്ളൊരു സംഭവം തീർച്ചയായിട്ടും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പന പോലെ വളരുന്ന ആളുകൾ വളർന്നോട്ടെ, നമ്മൾ അതിന് പുറകെ അല്ല നമുക്ക് പോവേണ്ടത്. നമുക്ക് പോവേണ്ടത് വേറൊന്നുണ്ട്. വാല്യുവുള്ള പണം, വാല്യുവുള്ള പ്രശസ്തി നമുക്ക് നേടണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.